തറക്കൽ കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. നീ അതേ പറയുള്ളൂ. ഊനമ്മോവിനെ പട്ടയമച്ചന്റെ കുസിഞ്ഞക്കാരന്റെ മോൾ അല്ലേടി നീ. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. മൈക്കിനകത്തോടെ തെറി വിളിച്ചു പറയണേ. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? നിന്റെ കൃഷ്ണമണിയൊക്കെ അലിഞ്ഞു പോവാണോ? ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. മാർക്കണ്ട ഗോപാലിന്റെ ഓടപ്പറന്നാക്കി ഈ ഗതി വന്നല്ലോ. ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്റെ കൊച്ചു ഭ്രാന്തിയായേ. അയ്യോ, നാട്ടുകാരെ ഓടി വായോ. കിളിയേ കിളിയേ കിളിമകളേ, കിളിയേ കിളിയേ കിളിമകളേ. നമുക്ക് പാടാം, നമുക്ക് പാടാം. ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഇതുപോലത്തെ സാധന ലൈഫ് തീർന്നു. കേറണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വരൻ ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോ. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഗെയിം? എവിടെ നിന്ന് കിട്ടി ഈ കാട്ടുവാക്കാനെ? ഒന്നും പറയാനില്ല. അനു ഒരു നിമിഷ കവിയാണ് എന്നുള്ളത്